നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണം എന്നല്ല, അടിമക്കണ്ണം എന്നാണ്. എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ചെയ്ത് തെറ്റാണോ? എന്തോ എങ്ങനെയാ നമ്മുടെ തേവാത്തി? എങ്ങനെ ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. വൃത്തികെട്ട സ്വഭാവം? ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മൊഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന്. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ. ഉണക്കമുന്തിരി കളയാൻ അപ്പൻ്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ച വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. താങ്ക് യു ഒക്കെ പറയേണ്ട അന്യരോടല്ലേ? നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ. ഒന്ന് ചിരിച്ചേ, ചിരിക്കുന്നേ. മതി, എന്നും കുട്ടിയുടെ മുഖത്ത് ഇമ്മളേച്ചത കണ്ടാ മതി. നീ എന്തിനാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ, ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷണം നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. എന്താ? വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടി സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എങ്ങനെ പോകും മോളെ? ഇങ്ങോട്ട് മറിക്ക. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. ഹേയ്, എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല? ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതി അമ്മാമ. സ്മാർട്ട് ബോയ്. എന്താടാ പ്രശ്നം? എന്ത് വിട്ടായിരിക്കും. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3 4 5 പേടിപ്പിച്ച് കളഞ്ഞോടാ പന്നി.
നീ ഇങ്ങനെ കളിച്ചിരിച്ചു നടന്നോ? വണ്ടി പോകാൻ 3-4 ദിവസവും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പോവാനാ? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ. അതിപ്പോ ഇവിടെ തന്നെ ആയാലെന്താ? അതിന് നിനക്ക് പണി വല്ലതും അറിയാവാ? ഇതേ നമ്മുടെ അപ്പനവിടെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പനുള്ള വാർണിഷ് മേടിച്ചാ. എന്റെ പൊന്നു പണിക്കരി ചേട്ടാ, അങ്ങനെയാ ഞാൻ എന്റെ മേരിക്കുട്ടിയെ കെട്ടു. ആ ടൊമാറ്റോ പിക്കിൾ എത്തി. ടൊമാറ്റോ അയ്യോ ഇത് പിക്കിൾ. നാരങ്ങയാ. അപ്പൊ ടൊമാറ്റോ നാരങ്ങ അല്ലേ? ഉള്ളിൽ തീയെരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ. ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. ഇതങ്ങോട്ട് അടിക്കേ. വെള്ളം എന്തി? അല്ല വെള്ളം വേണ്ട, എന്നാ പച്ചക്കടിക്കേ. അടിച്ചോ, ചുമ്മാ അടിച്ചോ. ഓ അതെ, കുറച്ച് വാട്ടർ വേണമായിരുന്നു. അല്ല അതിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുടിച്ചു. സ്റ്റോപ്പ് പ്ലീസ്. ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ. മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. കുട്ടിക്കറിയോ, ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല്. നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു. ചെല്ലടാ ചെല്ല്. പിന്നെ നടന്നവർക്ക് ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോറ് അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം മനസ്സിനൊരു സമാധാനമായത്. അപ്പൊ മാമനപ്പനെ കൊല്ലാൻ നോക്കിയതാ? സ്മാർട്ട് ബോയ്സ്. എടാ നീ ഏറ്റല്ല? ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പാ നേരെ സന്ധ്യയായി. വേഗം വന്ന് കള്ളു കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇന്നത്തെ റേഷൻ കഴിഞ്ഞല്ല, പിന്നെ എന്താടാ ഒരു ബോണസ്? അപ്പനൊന്ന് വേഗം വാപ്പ. അവൻ എത്ര നേരമായി കിടന്ന് വിളിക്കണത്? ഇന്നെന്താണ് രണ്ടും ഒറ്റക്കെട്ടാണല്ല? ഞങ്ങൾ എന്നേ ഒറ്റക്കെട്ടാണ്. 10-12 വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് ചാടിയത് തന്നെ ഒരു കെട്ടുമായിട്ടാണ്. അങ്ങനെയല്ലേ കടത്തിന്റെ കിടന്ന് അപ്പനെ കെട്ടി. അന്ന് മുതൽ കട്ടും ഓട്ടിച്ചും കള്ളു മേടിച്ചു വന്ന അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പം വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ചങ്കിക്കുത്തുന്ന വർത്താനം പറയരുത്. നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്? സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഒന്നാം തരം ഒരു അപ്പൻ. ഇനി അമ്മ വേണോടാ? ഓ ഇനി എനിക്ക് കേട്ടാൻ വയ്യ. എന്റെ മേരിക്കുട്ടിയുടെ ആത്മാവിന് പിരാന്ത് പിടിക്കും. അപ്പൊ അതല്ലപ്പാ, പിന്നെന്താ? അവനൊരു കൂട്ട് വേണമെന്ന്. എടാ അവന് കൂട്ടല്ലേ നീ, നിനക്ക് കൂട്ടവൻ, നിനക്ക് കൂട്ടി ഞാൻ, പിന്നെന്ത് പുതിയ കൂട്ട്? അതല്ലപ്പാ, അവനെ ഒരേ കുഞ്ഞിക്കാല് കാണണമെന്ന്. എനിക്ക് വയ്യ. അത്രേ ഉള്ള. ആ നാളെ അംഗനവാടി വിടുമ്പോ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ. എത്ര കുഞ്ഞിക്കാല് മോന് കാണണം? അപ്പൻ കാണിച്ചു തരായേ. അപ്പനെന്ത് കോപ്പാണ് ഈ പറയണത്? എന്താടാ? അപ്പ ഇവനെ പണിക്കരുടെ മോളാടെ മോളാട് ഒരു ഡിങ്കോൾഫി. ഡിങ്കോൾഫിയ? അതെന്താണ്? ലപ്പ്. ഇവന് ലെപ്പാണെന്നാര് പറഞ്ഞു? അവൻ പറഞ്ഞു. അവൻ നിന്നേടെ പറഞ്ഞെന്നുള്ളത് നേരാണ്? പിന്നല്ലാതെ. എടാ അവൻ അങ്ങനെ ദുരിതച്ചുണ്ടെങ്കിൽ ആദ്യം എന്നോട് വേണ്ടേ പറയാൻ? പിന്നെ ഞാൻ എന്തിനാണ് അപ്പന്റെ കുപ്പായി വിട്ടാണ് നടക്കണത്? അവന്റെ അപ്പൻ തൊപ്പം നീയല്ലല്ലോ, ഞാനല്ലേ. നീ കേട്ടതിന്റെ എച്ചിലേക്ക് ഞാൻ എന്താണ് പട്ടിയാ? അതല്ലപ്പാ, അത് അപ്പനുള്ള റെസ്പെക്ട് കൊണ്ട് പറയായിരുന്നാണ്. നേരാണോ? പിന്നല്ലാതെ. മക്കളുടെ പ്രേമ അപ്പന്മാരോട് പറയാൻ നോക്കുക. സത്യമാണോ? ഇരിയടാ പട്ടി, ചേടാ പന്നി. സത്യം പറഞ്ഞോളാം, നിന്റെ പ്രേമം ഒറിജിനലാണോ അതോ കുന്നുങ്ങളാണോ? ഒറിജിനലാ. അപ്പനെ ഒന്ന് പണിക്കരേട്ടനോട് രഹസ്യമായിട്ട് സംസാരിക്കണം. ഇവിടെ അപ്പൻ എന്തിനാണ് പണിക്കോട് രഹസ്യമായിട്ട് സംസാരിക്കണത്? നീ എന്താ പെണ്ണ് പിടിക്കാൻ പോണം? അപ്പൊ നാളെ പോയി പരസ്യമായിട്ട് ചോദിക്കും. എന്താപ്പാ? ഏയ് അതൊന്നും വേണ്ട. പിന്നെ നാളെ നമ്മള് പരസ്യമായിട്ട് ചോദിക്കും. മക്കളെ, ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ കൂടി പേടിപ്പിക്കരുതട്ടാ. ഓ പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു പിന്നെ ഒന്ന് കിടന്നു കച്ചറ വണ്ടിക്ക് പണ്ടറടങ്കം കണ്ട സ്ഥലം. ചക്കനാന് വേണ്ടി വേണ്ട 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലവും ഒരു വിലയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി നിന്റെ കിടക്കേണ്ട അപ്പന്റെ ഇരിക്കണം. പണ്ടാറ് കിടക്കാനായിട്ട് വിശന്നിട്ട് അണ്ടം കത്തണ്. അപ്പന് വിശക്കുണ്ടാ? ഞാനോർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. ഏയ് അപ്പന് വിശക്കത്തില്ലല്ല, അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലി കാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കാണാ, വല്ലതും കിട്ടുമെന്ന് നോക്കിയാലോ? നീ എവിടെ എങ്ങനെ ഉറങ്ങണപ്പാ? ഞാനിപ്പോ വരടപ്പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടാ മകനെ. പുലിയെ കേട്ടാ ഇങ്ങോട്ട് പോര് കേട്ടാ. പുലിയാണാടാ. പുലി കുരക്കും.
ആ. ദേ കുറച്ച് ചോറ് കിട്ടിയുള്ളൂ. നമുക്ക് 3 പേർ കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവറി കൊണ്ട് വരും. നീ നന്നാകലെ ആരോടെങ്കിലും പെറ്റു വെച്ചിട്ടുണ്ടാ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചോന്നും അല്ല. പിന്നെ നീ എന്തിനാണ് ഓടിയത്? പട്ടി അടിച്ച് പേള കേട്ട് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കടിക്കാനെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേട്ടാ വിശക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ട വീട്ടിൽ പോയി തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല ശവം. തെണ്ടിയതായാലും ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല മോട്ടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻട്രി ആയിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്കൊന്ന് ചോറ് വെക്കാൻ എന്റെ അച്ഛ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ടൊരു ഒറ്റടി. പിന്നെ എനിക്കവിടെ ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങോട്ട് കാണിച്ചിട്ട് എടുക്കടാ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറ് എടുത്തോണ്ട് വന്ന്. അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കുവാനാണ് പുല്ല്. നീ ഇത് കഴിക്കണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട പട്ടി. നീ വേണം പട്ടി. നീ വേണം പട്ടി. നിർത്തണ പട്ടികളെ.